വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. യൂസഫ് അലിയെ പോലെയുള്ള പാവങ്ങളെ സഹായിക്കാൻ ഒരു മടിയുമില്ലാത്ത ധനാഢ്യരായ ആളുകളെ പറ്റിക്കുന്ന ഈ മുതുകാട് എന്ന ആരോപണമാണ് ഇപ്പോൾ ഗോപിനാഥ് മുതുകാടിനുള്ളത്. അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ പഠിച്ചിരുന്ന ഷിബു എന്ന് പേരുള്ള, പഠിക്കാന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന ഷിബു എന്ന് പേരുള്ള ഒരു കുട്ടിയുടെ രക്ഷിതാവ് ചിത്ര, ആ ചിത്ര എന്ന പേരുടെ വീട്ടമ്മ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. ഇത്ര ക്രൂരമായിട്ട് മനുഷ്യത്വ വിരുദ്ധമായിട്ടാണ് ഈ ഗോപിനാഥ് മുതുകാടിന്റെ ഈ മാജിക് പ്ലാനറ്റിലെ കുട്ടികളെ താമസിപ്പിച്ചിരുന്നത് എന്നുള്ളതാണ്. ഗതികേട് കൊണ്ടാണ് പലരും തുറന്നു പറയാത്തത്. ഏതായാലും ആ ഒരു വീട്ടമ്മ, അവിടെ ഉണ്ടായിരുന്ന കുട്ടിയുടെ വീട്ടമ്മ പറയുന്ന പൊള്ളുന്ന അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്കൊരിക്കലും മുതുകാടിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയില്ല. അവർ പറയുന്ന കാര്യങ്ങൾ ഇതാണ്. ടാബ് കൊടുത്തിരുന്നു ഒരു കമ്പനി കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ടാബ്. അപ്പോൾ കേന്ദ്രമന്ത്രിയൊക്കെ വന്നിട്ടാണ് അത് ഇനോഗ്രേറ്റ് ചെയ്തത്. അപ്പൊ അവനാണ് റെപ്രസെന്റ് ചെയ്ത് വാങ്ങിയത് കുട്ടികൾക്ക് വേണ്ടി. പക്ഷെ അതൊരിക്കലും കുട്ടികൾക്ക് കൊടുത്തിട്ടില്ല, അത് തിരിച്ചങ്ങ് വാങ്ങി വെച്ചു. അതാണ് അവിടെ നടക്കുന്നത്. ചുരുക്കം ശരിക്കും പറഞ്ഞാൽ പറയുമ്പോ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാരും നമ്മൾ വെറുതെ പറയുക അങ്ങനെ ഞാൻ പറയുന്നതിൽ ഒരു കാര്യത്തിലും കള്ളമില്ല എന്നുള്ളതാണ്. ശരിക്കും ഒരു അനുഭവം കൂടെ പറയാം. ഈ ഒരു കമ്പനി ക്രിസ്മസിന് അവിടെ സെലിബ്രേഷൻ വന്നു, കുട്ടികളോടൊപ്പം സെലിബ്രേറ്റ് ചെയ്യാൻ വന്നു. അപ്പൊ അവരൊരു കേക്കും ഒരു കൊട എന്ന് പറഞ്ഞാല് തലയിൽ വെക്കുന്ന ഒരു കൊട ഉണ്ടല്ലോ, തൊപ്പിക്കൊട, അത് എല്ലാ കുട്ടികൾക്കും ഓരോന്ന് അവര് സ്പോൺസർ ചെയ്തു. അപ്പൊ ഇതുപോലെ 2-3 കുട്ടികളെ റെപ്രസെന്റ് ചെയ്ത് അവർ കൊടുത്തിട്ട് ബാക്കി അവിടെ ഏൽപ്പിച്ചിട്ട് പോയി. പക്ഷെ അവർ കേക്ക് തന്നു, കുട തന്നില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കൊടുക്കുന്ന കണ്ടു. ആ കുട നമുക്ക് അത് വലിയ കാര്യമല്ല, പക്ഷെ കുട്ടികൾക്ക് അതൊരു രസമാണ്, സന്തോഷമാണ്. അപ്പൊ അവര് ഞങ്ങളത് പിന്നെ ചോദിച്ചതില്ല, ആരും അങ്ങോട്ട് ചോദിച്ചു. പാരന്റ്സ് തമ്മിൽ പറഞ്ഞു, പക്ഷെ ആരും അങ്ങോട്ട് ചോദിച്ചില്ല. അത് 1 വർഷം കഴിഞ്ഞപ്പോ ഇതേ കമ്പനി ഈ കുട്ടികളെ അവിടെ വിസിറ്റിന് വിളിച്ചു. ആ വിസിറ്റിന് വിളിച്ചതിന്റെ പോകുന്നതിന്റെ തലേ ദിവസം ഈ കുട ഈ കുട്ടികൾക്ക് കൊടുത്തു. അപ്പൊ അതിന്റെ ആ ഒരു മനസ്സ് നോക്കണം. ആ ഒരു നിസ്സാരമായ കൊടയാണ് എന്ന് പറഞ്ഞാല് അവിടെ എന്ത് കൊടുത്താലും കുട്ടികൾക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പൊ നമുക്ക് വേണ്ട, നമ്മുടെ കുട്ടികളെ അതിനു വേണ്ടി അല്ല അവിടെ വിടുന്നത്. പക്ഷെ എന്നാലും ആ വാങ്ങുന്ന ഒരാളുടെ ഒരു മനസ്സാണ് ഞാൻ പറഞ്ഞത്. അതെ, ഈ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മളോട് വാഗ്ദാനം ചെയ്തതുപോലെ ഡ്രോയിങ്ങിലൊക്കെ പരിശീലനം കൊടുത്തിരുന്നോ? ആദ്യം ഞാൻ പറഞ്ഞില്ലേ, കോവിഡിന്റെ സമയം വരെ കുറച്ച് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ ഡ്രോയിങ് സെക്ഷനിൽ. ഇപ്പൊ അത്യാവശ്യം ട്രെയിനിങ് കിട്ടിയിരുന്നു, അവൻ നന്നായിട്ട് പടവും വരച്ചിരുന്നു. അപ്പൊ കോവിഡ് ആയപ്പോ അവിടെ സ്ഥാപനം അടച്ച സമയത്ത് വീട്ടിലായിരുന്നപ്പോ ഒത്തിരി പടങ്ങളൊക്കെ അവൻ വീട്ടിലിരുന്ന് വരച്ചു. അപ്പം മുതുകാട് സാറും അവരുടെ എല്ലാവരും ആയിട്ട് ആദ്യം കോർപ്പറേഷനിലെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് വന്നത് ഈ കുട്ടികൾക്ക് ഫുഡ് കിറ്റ് കൊടുക്കാൻ ഈ കോവിഡ് ടൈമില്. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ വന്നത് വീഡിയോ എടുക്കാനാ. അപ്പൊ പുള്ളി പറഞ്ഞ ഇപ്പൊ കോവിഡ് ടൈമിൽ കുട്ടികൾ ചെയ്തെല്ലാം കൂടെ ചേർത്തൊരു വീഡിയോ എടുക്കാനാ. അപ്പൊ നമ്മള് ഓക്കെ പറഞ്ഞു. വീഡിയോ എടുത്തപ്പോ കോർഡിനേറ്റർ കൊണ്ട് ഞങ്ങള് സാമ്പത്തികം ഇല്ല, അവന് തെറാപ്പിയൊക്കെ ചെയ്യേണ്ടതുണ്ട്, അങ്ങനെ ഒരു പൈസ സാമ്പത്തികം ആവശ്യപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന തരത്തിൽ സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളത് വില്ലിങ് അല്ല, ഞങ്ങൾ വലിയ സാമ്പത്തികം ഉള്ളവരൊന്നും അല്ലായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അത്യാവശ്യം അവന്റെ കാര്യങ്ങളൊക്കെ ഒരു കുറവുമില്ലാതെ ഞങ്ങൾ നോക്കിപ്പോയിരുന്നേ. അപ്പൊ നമുക്കത് പറയാൻ താല്പര്യമില്ലായിരുന്നു, അത് പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് ഈ വിദേശത്തൊക്കെ പോകുന്ന ഒരു ഇത് തുടങ്ങുന്നതിനും തൊട്ട് മുന്നേ എല്ലാ കുട്ടികളും പാസ്പോർട്ട് എടുക്കാൻ പറഞ്ഞു. അപ്പൊ മോൻ എന്തുമെന്ന് പറയാമോ, എന്റെ പാസ്പോർട്ട് എടുക്കുന്നില്ല. അപ്പൊ ഞാൻ എടുത്തില്ല. കാരണം എന്ന് പറഞ്ഞാല് അവന് കാലിന് ബുദ്ധിമുട്ടുള്ള കുട്ടിയാണ്, അവൻ ഒറ്റയ്ക്ക് നമുക്ക് ഒരിടം വിടാൻ പറ്റത്തില്ല, അവന് മനസ്സിലാവത്തില്ല നമ്മൾ പറയുമ്പോ, അവൻ വിഷമം. അപ്പൊ എനിക്കൊരു ഓപ്ഷനായിട്ട് ഞാൻ മാറ്റി വെച്ചതാണ്, പാസ്പോർട്ട് ഇല്ലല്ലോ ശംഭുവിന്, അതുകൊണ്ട് പോകാൻ പറ്റൂല എന്ന് പറയാമല്ലോ. ആ ഒരു ഓപ്ഷൻ കണക്കാക്കി ഞാൻ പാസ്പോർട്ട് എടുത്തില്ല, ആ സമയത്ത് എടുത്തില്ല, ഇപ്പോഴാണ് എടുത്തത്. അപ്പൊ ബാക്കി എല്ലാ കുട്ടികളും കൊടുത്തു. അപ്പൊ ഇങ്ങനെ ഇവരെല്ലാം പോകുമ്പോ അവ സങ്കടം വന്ന് പറയും. അപ്പൊ ഞാൻ പറയും, ശംഭുവിന് പോവാൻ അമ്മയില്ലല്ലോ കൂടെ, അമ്മയ്ക്ക് പാസ്പോർട്ട് ഇല്ല, അച്ഛനില്ല പാസ്പോർട്ട്, അപ്പൊ ഞങ്ങൾക്ക് പോകാൻ പറ്റൂലല്ലോ, അങ്ങനെ പറഞ്ഞ് ഞാൻ നിർത്തും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ഈ സമയത്തൊക്കെ ഞാൻ അവനെ വിടാറുമില്ല. ഈ കുട്ടികൾ പോകുന്ന സമയത്ത് കുറച്ചു ദിവസം ഞാൻ വിടത്തില്ല. അവർ തിരിച്ചു വന്ന് കഴിയുമ്പോഴാണ് ഞാൻ വിടുന്നത്. കാരണം നമുക്ക് വിടാൻ താല്പര്യമില്ല. മാത്രമല്ല പുള്ളിയുടെ ഒരു ഇന്റൻഷൻ ഞാൻ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. കാരണം മാതൃഭൂമി പത്രത്തില് ഒരു സൺഡേ സപ്ലിമെന്റ് വന്നിരുന്നു കോവിഡിന് മുന്നേ തന്നെ. അതില് അവിടെ വന്ന് അവര് വീഡിയോ എടുത്തത്. പക്ഷെ അവര് പറഞ്ഞില്ല ഇതിന്റെ കുറിച്ചൊരു ഫീച്ചർ കൊടുക്കാനെന്നാ പറഞ്ഞു. അപ്പം പത്രത്തിൽ വാർത്ത വന്നപ്പോ ഞങ്ങളൊക്കെ ഞെട്ടി. അനാഥരാണ്, ഇങ്ങനെ പാരന്റ്സ് തള്ളിക്കളഞ്ഞ കുട്ടികളാണെന്നൊക്കെ പറഞ്ഞ ഒരു ഫുൾ പേജ് വാർത്ത, എന്റെ മോന്റെ ഫോട്ടോയൊക്കെ ഉണ്ട്. അപ്പൊ പാരന്റ്സ് എല്ലാം രാവിലെ വന്നിട്ട് എല്ലാരും ചർച്ച ചെയ്ത് എല്ലാരും ഒന്നടങ്കം പരാതി എഴുതി സൈൻ ചെയ്തു കൊണ്ടുകൊടുത്തു മുതുകാടിന്. അപ്പോ പുള്ളി അടുത്ത ദിവസം വന്ന് മീറ്റിംഗ് കൂടി.
അവിടെ മാജിക് അക്കാഡമിയിലെ ഡയറക്ടർ അന്ന് മൃത്യുമല സാറായിരുന്നു. സാറും എല്ലാം വന്നിട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. അപ്പൊ നമ്മളെ പാരന്റ്സിനെ എല്ലാം റെപ്രസെന്റ് ചെയ്ത് ഒരു സാറാണ് കൊടുത്തത്, ഒരു പാരന്റാണ് ഇത് കൊടുത്തത്. എന്റെ ഹസ്ബൻഡും കൂടെ ഉണ്ടായിരുന്നു. പുള്ളി ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്തു. ഇതൊക്കെ ഇവിടെ കിട്ടുന്ന എല്ലാം എന്റെ ഔദാര്യമാണ്, വേണമെന്നുള്ളവർക്ക് നിന്നാ മതി, അല്ലാത്തവർക്ക് പോവാം, 100 കണക്കിന് ആളുകൾ പുറത്ത് നിൽപ്പുണ്ട്, അതുകൊണ്ട് എനിക്ക് ആരും ഇവിടെ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല, എനിക്ക് ഇവിടെ സ്ഥാപനം എന്റെ രീതിക്ക് പോവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ ഇത് കേൾക്കുമ്പോ ഇപ്പൊ തന്നെ പാരന്റ്സ് 2 തരത്തിൽ നിൽക്കുന്നുണ്ടല്ലോ. അവിടെ നിൽക്കുന്നവർ കുറച്ച് പറയുന്നുണ്ട്, അന്ന് പറഞ്ഞ പോലെ അപ്പോഴും സ്പ്ലിറ്റ് ആയി പാരന്റ്സ്. കുറച്ചു പേര് അവരുടെ സൈഡിൽ നിന്ന്, പിന്നെ ബാക്കിയുള്ളവർ ഇൻസൾട്ട് ചെയ്തവരൊക്കെ മിണ്ടാതിരുന്നു. അതന്ന് അടിച്ചമർത്തപ്പെട്ടു ശരിക്കും പറഞ്ഞു. പക്ഷെ അന്ന് എല്ലാവരും പ്രതികരിച്ചെങ്കിൽ ഇന്ന് ഈ അവസ്ഥ വരില്ലായിരുന്നു. അപ്പോ അത് അങ്ങനെ അങ്ങ് പോയി. അപ്പൊ അന്നേ ഞാൻ ഈ പുള്ളിയുടെ ഇന്റൻഷൻ മനസ്സിലായതുകൊണ്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. കാരണം ഞാന് ഈ ഭിന്നശേഷി കുട്ടിയുടെ അമ്മ എന്നതിനുപരി ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരു ടീച്ചറാണ്. എനിക്ക് എന്റെ മോനെ പോലെ തന്നെയാണ് ഞാൻ പഠിപ്പിക്കുന്ന മക്കളും. അപ്പൊ എനിക്കത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം അവരുടെ ദയനീയതയാണ് പ്രദർശിപ്പിച്ച് ഈ ഇങ്ങനെ അനാഥരെന്ന് പറഞ്ഞ് വാങ്ങുന്നത്. അതിനൊരു അത്രയും വൃത്തികെട്ട ഒരു മനസ്സുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. അത് സത്യം പറഞ്ഞാൽ കഴിവുകളെ പ്രദർശിപ്പിക്കുന്നതിനേക്കാൾ ഉപരി ഇവരുടെ ഒരു ദയനീയ അവസ്ഥയെ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു. അത് ഇപ്പം പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇപ്പൊ April 1, അതായത് ഏപ്രിൽ ഫൂളിന്റെ അന്ന് 2022 തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല, അന്നൊരു വീഡിയോ ഇറങ്ങി പുള്ളിയുടെ. അവിടെ പുതിയതായിട്ട് യൂണിവേഴ്സൽ എംപവർമെന്റ് സെന്റർ കെട്ടി. അപ്പോ പുള്ളി പറഞ്ഞെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബാച്ചിലെ 100 കുട്ടികൾ, അന്ന് 100 കുട്ടികൾ ഇല്ല, എല്ലാവരും പൊഴിഞ്ഞു പോയതാ. എന്നാലും പറഞ്ഞ 100 കുട്ടികൾ നാളെ തൊട്ട് ഇവിടെ ജോലിക്കാരാണ്, അവര് ശമ്പളക്കാരാണെന്ന് പറഞ്ഞു. അപ്പോ ഇന്ന് വരെയും അത് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ അതായത് നമ്മളിപ്പോ അവിടെ കൊണ്ടാക്കിയ പകുതി പാരന്റ്സ് ഇപ്പൊ അവിടെ നിൽക്കുന്നവരും പ്രതീക്ഷിക്കുന്ന എന്താന്ന് പറഞ്ഞാൽ നാളെ അവര് ജോലിക്കാരാവും, അവര് പ്രാപ്തരാവും, അമ്മയും അച്ഛനും ഒക്കെ ഇല്ലാത്ത കാലത്ത് മുതുകാട് സാറ് നോക്കും എന്നാണ്. പക്ഷെ അതിന് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാല് ഈ മുതുകാട് സാറ് ഈ കുട്ടികളെ കുറച്ചുപേരെ ഇപ്പൊ അവിടെ നിന്ന് നമുക്കെതിരായിട്ട് സംസാരിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ അവര് പറയുന്നതനുസരിച്ച് ഇതൊരു വ്യവസായമാണ്, അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ അവർക്ക് ഒരു വ്യവസായം നടക്കണമെങ്കിൽ റോ മെറ്റീരിയൽസ് വേണം. ഭിന്നശേഷി കുട്ടികളാണ് അവരുടെ റോ മെറ്റീരിയൽസ്. അപ്പൊ ഈ റോ മെറ്റീരിയൽസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട അവരുടെ ആവശ്യമാണ്. അവര് 10-30 കുട്ടികൾ അതാണ്. അപ്പൊ അവര് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പൊ മെയിൻറ്റെയിൻ ചെയ്യുന്നെന്ന് പറയുമ്പോഴും ഈ അവര് പറയുന്ന പോലെ കയ്യടി കിട്ടുന്നു, ഒരുപാട് സ്റ്റേജ് കിട്ടുന്നു, ഒരുപാട് പോപ്പുലാരിറ്റി കിട്ടുന്നു, സെലിബ്രിറ്റിയെ പോലെ കാണുന്നു കുട്ടികളെ, ഫ്ലൈറ്റിൽ കയറാൻ പറ്റുന്നു, വേറെ രാജ്യങ്ങൾ കാണാൻ പറ്റും. അതൊക്കെ ശരിയാണ്. കാരണം അത്രയും സാമ്പത്തികം ഉള്ളവരല്ല, അവർക്കൊന്നും ഒരു പക്ഷെ ജീവിതത്തിൽ പോകാൻ പറ്റുന്ന കാര്യം അല്ല, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ലോങ് റണ്ണില് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഈ മക്കള് നമ്മളില്ലാത്ത കാലത്ത് മറ്റൊരാൾക്ക് ബാധ്യതയാവരുത് എന്നുള്ളതാണ്. അപ്പോ ബാധ്യത എന്ന് പറയുമ്പം അവരുടെ ബിഹേവിയർ മാനേജ് ചെയ്യണം, ADL സ്കില്ല് പെർഫെക്റ്റ് ആവണം. ഇത് ഇപ്പം ഒരു കുട്ടിക്ക് ഇത് രണ്ടും ഉണ്ടെങ്കിൽ ആരും നോക്കും. നമ്മളില്ലാത്ത കാലത്ത് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബാധ്യത ഒരു കാര്യം എന്തായാലും ആരും നോക്കത്തില്ല. അത് കഴിയുമ്പോൾ അടുത്ത സാമ്പത്തികമാണ്. ഇതൊക്കെ ഉണ്ട്, കുട്ടി നല്ലതായിട്ട് ബിഹേവ് ചെയ്യും, അവർക്ക് വീട്ടുകാർക്ക് നോക്കാൻ പ്രയാസമില്ല, പക്ഷെ സാമ്പത്തികമല്ല. അപ്പൊ അവന്റെ ഓരോ ആവശ്യം വരുമ്പോൾ മറ്റുള്ളവരെ ആശ്രയിക്കണം. ചിലപ്പോൾ അത് നടത്തി കൊടുത്തൊന്നും വരില്ല. അപ്പൊ അവര് സ്വയം അവർക്കൊരു വരുമാനം ഉണ്ടാവണം. അപ്പോഴേ നമ്മൾ മരിച്ചു കഴിഞ്ഞുള്ള ഒരു കാലത്തെ കുറിച്ച് നമ്മൾ വെറുതെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതിനുവേണ്ടി നമ്മൾ ജീവിതത്തിൽ ഉള്ള സമയത്ത് നമ്മൾ പരിശ്രമിക്കണം എന്നുള്ളത്. അപ്പൊ ഇതില് പറയാനില്ലെന്ന് പറഞ്ഞാൽ ഇപ്പം മുതുകാട് സാറ് ഒരു സ്പീച്ചിന് പോയാല് വാങ്ങുന്ന 3 ലക്ഷത്തോളം രൂപ എന്നാണ് ഒരു മണിക്കൂറത്തെ സ്പീച്ചിന് വാങ്ങുന്നതെന്നാണ് ഞങ്ങൾ കേട്ടറിഞ്ഞത്. ഇപ്പൊ ഇവരൊക്കെ പറഞ്ഞിട്ട് കേട്ടറിയുന്നത്. അപ്പൊ എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ മക്കളുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ അതിലും വലുതാണ്. കാരണം ഒരു സാധാരണ കുട്ടിയല്ല, അവര് ഈ പരിമിതിയൊക്കെ തരണം ചെയ്താണ് ഈ ലെവലിൽ നിൽക്കുന്നത്. ആര് പഠിപ്പിച്ചായിക്കോട്ടെ അവരെത്തി നിൽക്കുന്നത്. അപ്പോ പുറം രാജ്യങ്ങളിൽ കൊണ്ടുപോകുമ്പോ ഞങ്ങൾ മനസ്സിലാക്കിയത് ഒരു കുട്ടിയുടെ തലയെണ്ണി ഒരു കുട്ടിക്ക് 5 lakhs ആണ് ചോദിക്കുന്നത്. പുള്ളി പോകുമ്പോ ചോദിക്കുന്നത്. ഈ കുട്ടികളെ കൊണ്ടുപോകുന്നു ഇല്ല, അതാ പറയുന്നത്. ഇപ്പൊ പോകുന്നു, പെർഫോമൻസ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്നു. അപ്പൊ അവർക്ക് സ്റ്റേജ് കിട്ടി. പക്ഷെ അവരുടെ പാസ്ബുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അറിയാം 1 രൂപ കൊടുത്തിട്ടില്ല എന്നുള്ളത്. ആകെ കിട്ടിയിട്ടുള്ള എന്റെ അറിവില്, പിന്നെ അതിൽ കൂടുതൽ കിട്ടിയെങ്കിൽ അവർക്ക് പറയാം, പക്ഷെ എന്റെ അറിവില് ഒരു സ്ഥലത്ത് പോയപ്പോ ആരോ ഈ കുട്ടികൾക്കൊക്കെ ഓരോ മിക്സി സ്പോൺസർ ചെയ്തു, അവരുടെ കൈ കൊടുത്തു. അത് മാത്രമേ അവർക്ക് ഇന്നുവരെയും കിട്ടിയിട്ടുള്ളതാണ് എന്റെ അറിവ്.
ഇനി വേറെ എന്തെങ്കിലും ഇപ്പൊ കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ ഇവര് നേരത്തെ അവരെ കുട്ടിയുടെ അവിടെ പഠിപ്പിച്ചിരുന്ന ആളും ഇങ്ങനത്തെയുള്ള ഭിന്നശേഷിക്കാരായ ഓട്ടിസം ബാധിച്ച ഡിസേബിൾഡ് ആയ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് ട്രെയിനിങ് കിട്ടിയിട്ട് അത്തരം സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ കൂടിയാണ് ഇവർ. അതുകൊണ്ടാണ് ഇവരോട് ഇത്ര ദേഷ്യം ഗോപിനാഥ് മുതുകാടിനെ. കാരണം ഇവരെങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് അറിയാം. അപ്പൊ ഈ മിക്ക കുട്ടികളും ട്രെയിനിങ് കിട്ടുന്നത് മറ്റു പല സ്ഥാപനങ്ങളിൽ നിന്നും ഇവരെ വെച്ച് കാശുണ്ടാക്കലാണ് മുതുകാടിന്റെ പണി. ഏതായാലും ഞാൻ ഈ വീഡിയോ മുഴുവനായിട്ട് കാണിച്ചിട്ടില്ല. ഇതിന്റെ ബാക്കി ഭാഗം ഇതാ. ഇപ്പൊ ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്തത് ജനുവരി 16-ാം തീയതി ഒരു 7 മണി സമയത്താണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഇതേ ദിവസം തന്നെ തൊട്ടടുത്ത വീഡിയോ നമ്മൾ 9 മണിക്ക് ശേഷം വിടുന്ന വീഡിയോയിൽ ഇതിന്റെ ബാക്കിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ വീഡിയോയെ കൂടി മുഴുവനായിട്ടൊന്ന് കാണണം. കാരണം അത്രയും അധികമുള്ള വിഷമകരമായ കാര്യങ്ങളാണ് ഈ ഒരു വീട്ടമ്മക്ക് ചിത്ര. ഇപ്പൊ ഇവർ അമേരിക്കയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ അവിടെ നിന്നാണ് ഈ വീഡിയോ അവരെടുത്തിട്ടുള്ളത്, ഈ വീട്ടമ്മക്ക് പറയാനുള്ളത്. അപ്പോൾ ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് 9 മണിക്ക് ശേഷമുള്ള ആ വീഡിയോ കൂടി നിങ്ങൾ കാണാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.